ക്ലാരയുടെ നൊവേന ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അമ്മയുടെ തിരുനാളിന്റെ മംഗളങ്ങൾ ഓരോരുത്തർക്കും ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വിശുദ്ധയാണ് വിശുദ്ധ ക്ലാര. നാം ഇന്ന് ജീവിക്കുന്ന കാലഘട്ടവും 13-ാം നൂറ്റാണ്ടും തമ്മിൽ ഏകദേശം 800 വർഷങ്ങളുടെ വ്യത്യാസമുണ്ട്. ഈ 800 വർഷങ്ങൾക്ക് പിന്നിൽ നിന്നുകൊണ്ട് വിശുദ്ധ ക്ലാര ഇന്നത്തെ കാലഘട്ടത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്നാണ് ഇന്നത്തെ ദിവസം നാം ധ്യാനിക്കുന്നത്. ദിവംഗതനായ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കാലഘട്ടത്തെ ഗ്രസിച്ചിരിക്കുന്ന 3 രോഗാതുരതകളെ കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ലൗകികത, സ്വാർത്ഥത, ഉപരിപ്ലവത എന്നീ 3 പ്രവണതകളാൽ ഇന്നത്തെ കാലഘട്ടം ഗ്രസിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. എങ്ങനെയാണ് നമ്മുടെ അമ്മയായ വിശുദ്ധ ക്ലാരയുടെ ജീവിത ദർശനവും ആഴമായ ആധ്യാത്മികതയും ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രവണതകൾക്ക് ഒരു മറുമരുന്നായി നിലകൊള്ളുന്നത് എന്നാണ് നാം ചിന്തിക്കുന്നത്. ആചാര്യന്മാരും മനഃശാസ്ത്രജ്ഞന്മാരും നാം ഒക്കെ പുലർത്തുന്ന മനോഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. അവർ പറയുന്നത് 4 തരം മനോഭാവങ്ങളാണ് നമ്മളൊക്കെ പുലർത്തുന്നത്. ഒന്നാമത്തെ മനോഭാവം എന്ന് പറയുന്നത് നിനക്കുള്ളതെല്ലാം എന്റേതാണെന്ന് പറയുന്ന മനോഭാവമാണ്. അതായത് കള്ളന്മാരും കവർച്ചക്കാരൊക്കെ കൊണ്ടു നടക്കുന്ന മനോഭാവം. അർഹതയില്ലാത്തത് സ്വന്തമാക്കാനുള്ള ഒരു മനോഭാവമാണത്. രണ്ടാമത്തെ മനോഭാവം എന്ന് പറയുന്നത് എനിക്കുള്ളത് എന്റേതാണ്. അതായത് സ്വാർത്ഥതയുടെ മനോഭാവമാണ്, അവിടെ പങ്കുവയ്ക്കലില്ല. മൂന്നാമത്തെ മനോഭാവം എന്ന് പറയുന്നത് മനോഹരമാണ്. മൂന്നാമത്തെ മനോഭാവം എന്ന് പറയുന്നത് എനിക്കുള്ളതും നിന്റേതാണ്, എനിക്കുള്ളത് നിന്റേതും കൂടിയാണെന്ന് പറയുന്ന മനോഭാവം. അതിൽ അപരനെ കുറിച്ചുള്ള കരുതലുണ്ട്, പങ്കുവയ്ക്കലുണ്ട്. എന്നാൽ ഇതിനേക്കാൾ ഒക്കെ ഉദാത്തമായ മറ്റൊരു മനോഭാവമുണ്ട്. എനിക്കുള്ളത് ദൈവത്തിൻ്റെതാണ്, എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു മനോഭാവം. വിശുദ്ധ ക്ലാര നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത് ഈ മനോഭാവമാണ്. കണ്ടെത്തിയവരും ദൈവം തൊട്ടവരും തങ്ങളുടെ ദൈവാനുഭവത്തിന് ശേഷം ഉറക്കെ പ്രഘോഷിക്കുന്ന ഒരു കാര്യമുണ്ട്: എനിക്ക് ദൈവം മതി. വിശുദ്ധ സുവിശേഷവും വിശുദ്ധരുടെ ജീവിതവും വെളിപ്പെടുത്തുന്നത് ഇത് തന്നെയാണ്. തന്റെ ക്രിസ്തു അനുഭവത്തിന് ശേഷം പൗലോസ്ലിഹ പറയുന്നു: ക്രിസ്തുവിനെ പ്രതി ഞാൻ സകലതും നഷ്ടമാക്കുകയാണ്, ഞാൻ ഉച്ഛിഷ്ടം പോലെ കരുതുകയാണ്. ഇന്നലെ വരെ കണ്ട പ്രതാപവും കുലമഹിമയും പാണ്ഡിത്യവും ഒക്കെ ക്രിസ്തു അനുഭവത്തിന് മുൻപിൽ പൗലോസ്ലിഹയ്ക്ക് ഒന്നുമില്ലാതാകുന്നു. ജൂലൈ മാസത്തിൽ വലിയൊരു വിശുദ്ധ തോമാസ്ലിഹയുടെ തിരുനാൾ നാം ആഘോഷിച്ചു. ക്രിസ്തുവിനെ തൊട്ടപ്പോൾ തോമാസ്ലിഹ വെറും 4 വാക്കുകളിൽ തന്റെ ജീവിതത്തിന്റെ സമവാക്യം രൂപപ്പെടുത്തുകയാണ്: എന്റെ കർത്താവേ, എന്റെ ദൈവമേ. വിശുദ്ധരുടെ ജീവിതവും സാക്ഷ്യപ്പെടുത്തുന്ന ഇത് തന്നെയാണ്. ദൈവാനുഭവം ഉണ്ടായ അസിസിയിലെ ഫ്രാൻസിസ് അസിസി പട്ടണത്തിന്റെ നടുക്ക് നിന്ന് വിളിച്ചു പറഞ്ഞു: ഇന്നലെ വരെ എനിക്ക് ജന്മം തന്ന പീറ്റർ ബെർണാദോയെ ഞാൻ പിതാവേ എന്ന് വിളിച്ചു. എന്നാൽ ഇന്നു മുതൽ സ്വർഗസ്ഥനായ പിതാവാണ് എന്റെ പിതാവ്. തന്റെ ദൈവാന്വേഷണത്തിന്റെ വഴികൾക്ക് ഫ്രാൻസിസ് നടന്നു നീങ്ങിയ വഴി ഉത്തരമാകും എന്ന് മനസ്സിലാക്കിയ ഒരു 18 വയസ്സുകാരി പെൺകുട്ടി വിശുദ്ധ ക്ലാര ക്രിസ്തുവിനെ തേടി ഇറങ്ങുകയാണ്. തന്നെ ക്രിസ്തുവിനെ തേടി ഇറങ്ങാൻ ആരംഭിച്ച വിശുദ്ധ ക്ലാര ഉറച്ച ബോധ്യത്തോടെ വിളിച്ചു പറയുകയാണ്: ക്രിസ്തുനാഥനാണ് എന്റെ ജന്മാവകാശം, എനിക്ക് മറ്റാരും ആവശ്യമില്ല. ദൈവത്തിന്റെ വഴിയെ നടക്കാൻ തീരുമാനിച്ചുറപ്പിച്ച് ഇറങ്ങിയവരാരും തങ്ങളുടെ പഴയ വഴിയെ തിരിഞ്ഞു നടക്കുന്നില്ല. വിശുദ്ധ ക്ലാരയുടെ ജീവിതത്തിൽ നാം കാണുന്നത് ഇത് തന്നെയാണ്. ഇന്നലെ വരെ പട്ടുവസ്ത്രങ്ങളും ആഡംബരവും സ്വന്തമായി ഉണ്ടായിരുന്ന വിശുദ്ധ ക്ലാര ഇന്നു മുതൽ വേറിട്ട വഴിയെ നടക്കുകയാണ്. വിശിഷ്ട വിഭവങ്ങൾ ഭക്ഷിച്ച് ശീലിച്ച അവൾക്ക് ചാരമിട്ട ഭിക്ഷഭക്ഷണം ആസ്വാദികരമായി തോന്നി. മൃദുല വസ്ത്രങ്ങളും പട്ടുവസ്ത്രങ്ങളും ധരിച്ച് അവൾക്ക് പരുക്കൻ വസ്ത്രങ്ങൾ ഇണങ്ങി തുടങ്ങി. സൗന്ദര്യത്തിന്റെ അടയാളമായ സ്വർണ്ണ തലമുടി മുറിച്ചു മാറ്റിയപ്പോൾ അവൾ പതറിയില്ല. ചങ്കുലയ്ക്കുന്ന ജീവിത പ്രശ്നങ്ങൾക്ക് മുൻപിൽ അവൾ വിറച്ചില്ല. കള്ളന്മാരും സാരസന്മാരും അവളെ വിറപ്പിച്ചപ്പോഴും അവൾ പതറിയില്ല. ദാരിദ്ര്യത്തിൽ ജീവിക്കുവാനുള്ള നിശ്ചയദാർഢ്യത്തിനു മുൻപിൽ മാർപ്പാപ്പ പോലും കീഴടങ്ങി കൊടുക്കുന്നതാണ് പിന്നീട് നാം ചരിത്രത്തിൽ കാണുന്നത്. സ്വന്തമായി ഒരു ദൈവമുണ്ടെന്ന ആഴമായ ദൈവാശ്രയ ബോധമാണ് വിശുദ്ധ ക്ലാര നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത്. വിശുദ്ധിയുടെ തിരുനാൾ ആഘോഷത്തിനായി നൊവേന ദിവസങ്ങളിൽ ഒരുങ്ങുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം: ഈ ദൈവാനുഭവത്തിൽ, ഈ ദൈവാശ്രയ ബോധത്തിൽ എന്നെ ആഴപ്പെടുത്തണേ എന്ന്. എനിക്ക് സ്വന്തമായ ഒരു ദൈവമുണ്ട് എന്ന ഉറപ്പ് നമുക്ക് ലഭിച്ചാൽ
എനിക്ക് സ്വന്തമായി ഒരു ദൈവം കൂട്ടിനുണ്ട് എന്ന ഉറപ്പ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആഴപ്പെട്ടാൽ പിന്നെ ചങ്കുലയ്ക്കുന്ന ജീവിത പ്രശ്നങ്ങൾക്ക് മുൻപിൽ നമ്മൾ തളർന്നു പോകില്ല. കോരിച്ചൊരിയുന്ന മഴകൾക്കും മഴക്കെടുതികൾക്കും മുൻപിൽ നമ്മൾ വിറച്ചു പോകില്ല. രോഗങ്ങൾക്ക് മുൻപിൽ നമ്മൾ പതറില്ല. മറ്റുള്ളവർ തരുന്ന വ്യർത്ഥമായ വാക്കുകൾക്ക് നാം വില കൊടുക്കില്ല. ആരെങ്കിലും നമ്മളെ പ്രശംസിക്കുമ്പോൾ നമ്മുടെ ജീവിതം പൂക്കുകയും ആരെങ്കിലും അവമാനിക്കുമ്പോൾ നമ്മുടെ ജീവിതം തകർന്നു പോവുകയുമില്ല. മറിച്ച് എനിക്കൊരു ക്രിസ്തുവുണ്ട്, ആ ക്രിസ്തുവിനോടുകൂടി എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന് വിശുദ്ധ സ്ലീഹായെ പോലെ ഉറപ്പോടെ നമുക്ക് പറയാൻ സാധിക്കും. എനിക്ക് ക്രിസ്തു മതി എന്ന് വിശുദ്ധ സ്ലീഹായെ പോലെ, എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിലും വിശുദ്ധ തോമാസ് സ്ലീഹായെ പോലെ, എനിക്ക് ദൈവം കൂട്ടിനായുണ്ട് എന്ന് വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ, വിശുദ്ധ ക്ലാരയെ പോലെ നമുക്കും പറയാൻ സാധിച്ചാൽ, ആ ദൈവാശ്രയ ബോധത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും അന്വർത്ഥമാകും. ബോബിയച്ചന്റെ ഒരു വാക്കുകൂടി കടമെടുത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബോബിയച്ചൻ പറയുന്നത് ഇങ്ങനെയാണ്: വിശുദ്ധ ക്ലാര എന്നത് നമുക്ക് ഓരോരുത്തർക്കും അനുകരിക്കാൻ പറ്റുന്ന ഒരു സാധ്യതയാണ്. കാരണം ബോബിയച്ചൻ പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: ക്ലാര എന്ന വാക്കിന് പ്രകാശം എന്നാണ് അർത്ഥം. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് വെളിച്ചമാകാൻ സാധിച്ചാൽ വിശുദ്ധ ക്ലാരയിൽ എന്നിൽ നിന്നും വിശുദ്ധ ക്ലാരയിലേക്കുള്ള ദൂരം കുറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ആയിരിക്കുന്നിടത്ത് സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, കരുതലിന്റെ, ദൈവാശ്രയത്വത്തിന്റെ, വിശ്വാസത്തിന്റെ, പ്രതീക്ഷയുടെ ഒരിത്തിരി വെട്ടം തെളിച്ചു കൊടുത്തുകൊണ്ട് വിശുദ്ധ ക്ലാരയിലേക്ക് കുറച്ചുകൂടി ആത്മീയമായി നടന്നെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവാശ്രയ ബോധത്തിൽ ജീവിക്കാൻ നമുക്കും പരിശ്രമിക്കാം. അങ്ങനെ കുറച്ചുകൂടി അർത്ഥവത്തായി ഈ തിരുനാളിനൊരുങ്ങാൻ നമുക്ക് പരിശ്രമിക്കാം.